ഓ, തനിക്ക് എന്താണോ എന്നോടൊരു ഇഷ്ടക്കുറവ്? എന്താ ബഹളം അവിടെ? ഏയ് മുത്തശ്ശൻ, ഞങ്ങള് നെഞ്ചത്തി ഔട്ടി കളിച്ചോണ്ടിരിക്കുക. താനെന്താ വിളിച്ചത്? ഇയാളെന്നോ? മര്യാദക്ക് സംസാരിച്ചോളാം. അവിടെ നിൽക്കാൻ. ഞാൻ ഞങ്ങള് പാപത്തി കളിക്കുക. താനെന്താ വിളിച്ചു പോയത്? ഞാൻ തന്നെ തല്ലിന്നോ? ആള് കൊള്ളാമല്ലോ. എനിക്കിട്ട് പാര വെച്ചോണ്ടല്ലോ. എന്തെങ്കിലും കഴിക്ക്. അതെ, അത് ഞാൻ തീരുമാനിച്ചോളാം. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. കൂടുതൽ വിളച്ചിലെടുത്താണ്ടല്ലോ, ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടേ ഉടുപ്പ് അങ്ങോട്ട് പൊക്കിട്ട് നല്ല ഷൂന്ന് വെച്ചു. ഹലോ ഹലോ, വാസുദേവനാ? ഞാനാ അനു. എങ്ങനെയുണ്ട് മോളെ? എന്തെടുക്കുവാ? വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. മോള് മിടിക്കല്ലേ. ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞു. എടുത്ത് പഠിക്കും. അതെ, കഴിക്കാൻ പോകുന്നു. കഴിച്ചോണ്ടിരിക്കുകയാണ്. മോളെ തമാശ കളിച്ചോണ്ട്. ഓക്കെ ഓക്കെ മാഡം. ഇനി എന്റെ സ്വഭാവം മാറ്റരുത്. മര്യാദക്ക് ഞാൻ തരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചോളാം. കഴിയേ. ഇനി മുതൽ താൻ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ആ, ഗോഡ് തന്നെ. കഴിക്കാനാ പറഞ്ഞത്. സാറിനെ തുറച്ചു നോക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ്, ഒന്നുമില്ല. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, തന്റെ. എനിക്കോ? വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഏയ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറിയ പെറ്റ്സ് കോർണറിലേക്ക് ഫോൺ ചെയ്താൽ മതി. ഇതിനെ ശരിയാക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. കൊഞ്ചിച്ച് വളർത്തിയിട്ടാണ്. നല്ല കലേമയുടെ അടി കൊടുത്തോണ്ടല്ലോ. നേരെയാവാത്ത കേസൊന്നുമില്ല. വിശ്വാസികള്, ഞാൻ ഇവിടെ നിക്കണ. ഏയ്, ഒരു കുഴപ്പമില്ല. സാറ് പോയിക്കോ. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നീ വാ, താഴത്തേക്ക് പാടി. നീ ശരിയാക്കി തരുന്നത് ഞാൻ. അയ്യോ, താൻ ഒരൊറ്റ ആളാണ് ഇതിന് മുഴുവൻ കാരണം. മര്യാദക്ക് ഇത് മുഴുവൻ കഴിച്ചോണം. അല്ലെ കൈകടി, അല്ലെ വായിൽ കുത്തിക്കിരിഞ്ഞ. ഞങ്ങൾ ഓടിത്തൊട്ട് കളിക്കാം. മൂവി വിളിക്കലടി, അടിച്ച് പുറം പൊളിക്കും ഞാൻ. ഇതൊക്കെയാണ് നിന്റെ കയ്യിലിരിപ്പല്ലേ? നിന്നെ നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. ആദ്യം നിന്നെ കയ്യിലെടുത്തിട്ട് വേണം നിന്റെ തള്ളയെ കയ്യിലെടുക്കാൻ. എനിക്ക് ഇവിടെ എന്റെ അടുത്ത് വിളച്ചിരുന്നു.
പൂവി വിളിച്ചോ, ആരും കേൾക്കാൻ പോകുന്നില്ല. ഉം. ഹലോ, ഗുഡ് മോർണിംഗ്. Could I speak to the managing director? Thank you. Good morning, sir. I'm Prakash Menon here. ഹലോ പ്രകാശ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാ ജോയിൻ ചെയ്തേ? അത് പിന്നെ സാർ, സോറി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു 15 days ഗ്യാപ്പ് കൂടി വേണം. ഒരു പുതിയ കൺസ്ട്രക്ഷനാ. നോ, ഇറ്റ്സ് എ പ്രൈവറ്റ് ഫേം. നോ, യു ഹാവ് ടു കം. സാർ, യു ആർ റിയലി സെൽഫിഷ് ഇൻ യുവർ പ്രൊഫഷൻ. ഏയ് അതല്ല, നമ്മുടെ പുതിയ മുസാഫിർ പ്രോജക്ട് ഒരു ചലഞ്ചിങ് വർക്കാണ്. പ്രകാശിന് അതൊരു ത്രില്ലായിരിക്കും. നോ ഡൗട്ട്. കഴിയുന്നവേ ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ പ്രകാശ്, വി വിൽ ഡിസ്കസ് ഇറ്റ്. താനെന്താടോ വല്ല മന്ത്രവാദം നടത്തിയോ? എന്താ സാർ? മിസ്റ്റർ പ്രകാശ് മേനോൻ വിളിച്ചിരുന്നു. അയാൾക്ക് തൽക്കാലം ജോയിൻ ചെയ്യാനാവില്ലെന്ന്. താങ്ക് ഗോഡ്. താൻ സന്തോഷിക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്കാ. കൂടിപ്പോയ 10-15 ദിവസം. പുതിയൊരു വർക്കിൽ പെട്ടു പോയത്രേ. ഏതായാലും പ്രോജക്റ്റ് ഒന്നും താമസിപ്പിക്കണ്ട, യു പ്രൊസീഡ്. പിന്നെ തന്റെ ഈ മുന്നറിയിപ്പില്ലാത്ത ലീവ് എടുപ്പുണ്ടല്ലോ, അതൊന്ന് നിർത്തണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല സാർ. എനിക്കൊരു നല്ല സെർവന്റിനെ കിട്ടി. ഏയ്, തനിക്ക് വിശക്കൊന്നുമില്ല. അങ്ങനെ വിശന്നാലേ മേൽപോട്ട് നോക്കി വായം പൊളിച്ചേക്ക്. അങ്ങനെ വിശന്ന ഒരു രക്ഷയില്ല. ആകെ ഇവിടെ ഉള്ളത് മുഴുവൻ ഞാൻ തിന്നു കഴിഞ്ഞു. പോയി കിടന്നുറങ്ങാൻ നോക്ക്. മാമയോടോ അമ്മയോടോ അമ്മൂമ്മയോടോ ആരോട് വേണേൽ ചെന്ന് പറ. ഹലോ, ബിൽഡേഴ്സ് ഇന്ത്യ അല്ലേ? ഞാൻ ചിക്കുവാ. അനൂപിലെ ഒന്ന് വിളിക്കുവോ? എന്തോ സൈറ്റിലോ? താങ്ക് യു. എടോ, തന്റെ മമ്മയ്ക്കും ബിൽഡേഴ്സിന്റെ ആണോ പണി? ചോദിച്ചു കേട്ടില്ലേ? തന്റെ മമ്മയ്ക്ക് പിള്ളை, ചീഫ് ആർക്കിടെക്ട്, ബിൽഡേഴ്സ് ഇന്ത്യ കൊച്ചിൻ. ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല മോളെ. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ പോവാ. തനിക്ക് എന്നെ ഇഷ്ടമല്ലോ, എങ്ങോട്ടെങ്കിലും. പിന്നെന്താ? പോന്ന് പറഞ്ഞില്ലേ? താൻ ഭയങ്കര ശല്യക്കാരിയാ. ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല.